അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് എങ്ങനെയാണ് മുജാഹിദുകാർ സുന്നികൾക്കെതിരിൽ ദുർവ്യാഖ്യാനം നടത്തിയത്, അതേ രൂപത്തിലാണ് ഇന്ന് ഇബ്ലീസിൻ്റെ ചങ്ക് ബ്രോകളായി മാറിക്കൊണ്ടിരിക്കുന്ന AP വിഭാഗത്തിൻ്റെ അവസ്ഥ. സുന്നികളായ ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രഭാഷണത്തിൽ അഹ്സനി ഉസ്താദ് ഒരു വിഷയം അവതരിപ്പിച്ചു. മഹാന്മാരായ മശായിഖന്മാർക്ക് ലൗഹിൽ മഹ്ഫൂദിലുള്ളത് പോലും മാറ്റാനുള്ള അധികാരം ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ വല്ലാതെ അസ്വസ്ഥതപ്പെട്ട വഹാബി പുരോഹിതനായ ഹാരിസ് മദനി, അദ്ദേഹം എന്തൊക്കെയോ വലിച്ചു കീറുമെന്ന് ആക്രോശിച്ചുകൊണ്ട് തൻ്റെ വീഡിയോയിൽ നടത്തിയ ഒരു ദുർവ്യാഖ്യാനമാണ് ഇന്ന് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം വലിയ എഴുന്നള്ളിപ്പോടുകൂടി വന്ന് പറഞ്ഞത് തഫ്സീറു സാവിയിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ആ സാവി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം അത് വായിച്ചുകൊണ്ട് പച്ചയായ വ്യഭിചാരമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ആ സ്വാവിയിൽ അള്ളാഹുവിൻ്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലൗഹിൽ മഹ്ഫൂദിലുള്ളത് തഗ്യീറാക്കാൻ ഉള്ള അധികാരം ഇല്ല, എങ്കിൽ മശായിഖന്മാർക്കും ഇല്ലല്ലോ എന്നാണ് ആൾ ദുർവ്യാഖ്യാനം ചെയ്തത്. ഏതാണ് ആ ആയത്ത്? ഇമാം സാബി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറഞ്ഞ ആയത്ത് ഏതാണ്? സൂറത്തുൽ അഅറാഫിലെ ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാഅ അല്ലാഹ് വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സറതു മിനൽ ഖൈർ വമാ മസ്സനിയസ് സൂഉ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്, ഈ ചെങ്ങായി വ്യാഖ്യാനിച്ചതും എന്താണ്, നമുക്കൊന്ന് നോക്കാം. മഹാനായ ഇമാം സാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലാ മാ ശാ അല്ലാഹ് ഐ തംലീകഹു ലീ ഫഅന അംലികു. ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ആശയം, പറഞ്ഞ വ്യാഖ്യാനം പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം സാബി റളിയല്ലാഹു അൻഹു കൊടുത്തത് ഐ ലാ തംലീകഹു ലീ ഫഅന അംലികു. അല്ലാഹു എനിക്ക് മിൽക്കാക്കി തന്നതിനെ ഞാൻ എന്ത് ചെയ്യും? മിൽക്കാക്കും, ഞാൻ അതിൻ്റെ മാലിക്കാകും. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവരിൽ ഒരു വേള മഹാന്മാരായ മശായിഖന്മാർക്ക് മാലിക്കുൽ മുൽക്ക് എന്ന് വെച്ചപ്പോൾ, മുത്തു റസൂലിനെ സംബന്ധിച്ച് മാലിക്കുൽ മുൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് എത്രത്തോളം മശായിഖന്മാരെ പോലും പച്ചയായി തെറി വിളിച്ച വിഭാഗക്കാരാണ്. അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണിത്. അല്ലാഹ് മിൽക്കാക്കി കൊടുക്കുമ്പോൾ ആ രൂപത്തിൽ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് മാലിക് എന്ന് പറയാം. ആ റസൂലുള്ളാഹി തങ്ങളുടെ അനന്തരക്കാരായി വരുന്ന മശായിഖന്മാരെയും ആ രൂപത്തിൽ മാലിക്കുൽ മുൽക്ക്, മാലിക് എന്നൊക്കെ പറയാൻ സാധിക്കും. ഏതുമാകട്ടെ, നമ്മുടെ വിഷയം അതല്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ്, അദൃശ്യമായ വിഷയങ്ങളൊക്കെ ഞാൻ അറിയുന്ന ആളായിരുന്നുവെങ്കിൽ എന്ന ആ ആയത്തിൽ മഹാനായ ഇമാം സാബി റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽത ഇന്ന ഹാദാ യുഷ്കിലു മഅ മാ തഖദ്ദമ ലനാ അന്നഹു തലഅ അലാ ജമീഇ മഗീബാത്തി ദുനിയ വൽ ആഖിറ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും അദൃശ്യമായ കാര്യങ്ങളിലൊക്കെ അല്ലാഹുവിൻ്റെ റസൂല് മുത്തലിയാണല്ലോ എന്ന് വെക്കുമ്പോൾ ഈ പറഞ്ഞ ആയത്ത് എതിരാകുന്നുണ്ടല്ലോ. വൽ ജവാബു, അതിൻ്റെ മറുപടി, അന്നഹു ഖാല തആല തവാലുഅൻ, ഒന്നെങ്കിൽ പടച്ച റബ്ബ് അത് പറഞ്ഞത് തവാലുആയിട്ടാണ്, അല്ലെങ്കിൽ ഔ അന്ന ഇൽമുഹു ബിൽ മഗീബി കുല്ലൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഴുവൻ ജ്ഞാനവും ഇൽമും അത് ഇൽമുൻ മിൻ ഹൈസു ഇന്നഹു ലാ ഖുദ്റത ലഹു അലാ തഗ്യീരി മാ ഖദ്ദറല്ലാഹു വുഖൂഅഹു.
അള്ളാഹു സംഭവിപ്പിക്കാൻ അല്ലെങ്കിൽ അള്ളാഹു ഏതൊരു കാര്യത്തിൻ്റെയും വുഖൂഅ് നിശ്ചയിച്ചിരിക്കുന്നതിനെ വ്യത്യാസപ്പെടുത്താൻ മുത്ത് റസൂലിന് ഒരു ഖുദ്റത്തും ഇല്ല എന്ന നിലയിലുള്ള ഇൽമാണ്. മനസ്സിലായി? ഇതാണ് ഇപ്പോൾ ഈ ചങ്ങായി പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മായ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. എൻ്റെ പൊന്നെ ഹാരിസ് മദനി, എന്താ അതിൻ്റെ ലാ ഖുദ്റത ലഹു ബിദ്ദാത്തായ ഒരു കഴിവും മുത്ത് റസൂലിനില്ല. നമ്മൾ പറയാറില്ലേ, ലാ മാനിഅ ലിമാ അഅതീത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. നൽകിയതിനെ തടയുന്നവനില്ല, തടഞ്ഞതിനെ നൽകുന്നവനില്ല. ഈ ആശയം എന്താണ് സൂചിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ തരുന്നവൻ പടച്ചുറപ്പാണ്. ആരെല്ലാം എന്തൊക്കെ തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ തടയുന്നവൻ പടച്ചുറപ്പാണ്. ആരെല്ലാം എന്തൊക്കെ തടയുന്നുണ്ട് എന്നതുപോലെ യഥാർത്ഥത്തിൽ കഴിവ് പടച്ചുറപ്പിനാണ് എന്ന ഇൽമ്, അതാണ് മറ്റൊരു വ്യാഖ്യാനമായി പറഞ്ഞത്. ഇതിനാണ് ഈ ചെങ്ങായി പറഞ്ഞത് ഒരു കഴിവില്ലാത്തത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ പിന്നെ പറഞ്ഞു, ഫയകൂനുൽ മഅനാഹീന. ഇതിൽ കണ്ടോ, ഇങ്ങനെയാണ് വ്യാഖ്യാനമെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താകും? ലൗ കാന ലി ഇൽമുൻ ഹഖീഖിയുൻ, ഹഖീഖിയായ ഇൽമ്, ഹഖീഖിയായ ഇൽമ് അത് പടച്ച റബ്ബിനാണുള്ളത്. ഹഖീഖിയായ ഇൽമ് അല്ലാഹുവിനാണ് ഉള്ളത്. അല്ലാഹുവിൻ്റെ ഇൽമും റസൂലുള്ളാഹിന്റെ ഇൽമും രണ്ടും രണ്ടാണ്. മുത്ത് റസൂലിൻ്റെ ഇൽമും മശായിഖന്മാരുടെ ഇൽമും രണ്ടും രണ്ടാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രൂപം ഇനിയെങ്കിലും നിർത്തണം. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ഏത് കൂടാരത്തിലേക്കാണ് പോകുന്നത് എന്ന് നിഷ്പക്ഷവാദികളായ സുന്നികൾക്ക് മനസ്സിലാകും. അപ്പോ അതെങ്ങനെ? ബി അൻ അഖ്ദിറ അലാ മാ ഉരീദു വുഖൂഅഹു ലസ്തക്സറതു മിനൽ ഖൈർ. എനിക്ക് റസൂലുള്ളാഹി പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നിൻ്റെ വുഖൂഅ് അതിൻ്റെ മേൽ എനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ലസ്തക്സറതു മിനൽ ഖൈർ, ഞാൻ ഖൈറിനെ അധികരിപ്പിക്കുമായിരുന്നു. എനിക്ക് സ്വന്തമായി ഒരു കഴിവും ഇല്ല. എല്ലാ കഴിവുകളും പടച്ച റബ്ബ് നൽകുന്ന കഴിവാണ്, അത്വാഇയായ കഴിവുകളാണ്. ഒന്നിനും ഒരു കഴിവ് എനിക്ക് ഇല്ല. ഇതാണ് സുന്നികളുടെ അടിസ്ഥാനമായ വിശ്വാസം. ഇതാണ്. എന്നിട്ട് ശേഷം പറഞ്ഞത് നോക്കൂ, ഇൻ ഖുൽത ഇന്ന ദുആഅഹു മുസ്തജാബുൻ ലാ യുറദ്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന അതിനെ തടയപ്പെടില്ലല്ലോ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയല്ലേ റസൂലുള്ളാഹിൻ്റെത് എന്ന് ചോദിച്ചാൽ ഉജീബു, ഞാൻ മറുപടി പറയുന്നു, ബി അന്നഹു ലാ യശാഉ മാ ഇല്ലാ മാ യശാഉ. അല്ലാഹ് ഉദ്ദേശിക്കുന്നതല്ലാതെ മുത്ത് റസൂൽ ഉദ്ദേശിക്കൂല. അല്ലാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ റസൂലുള്ളാഹി ഉദ്ദേശിക്കുകയുള്ളൂ. അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് ലോകത്ത് എല്ലാം നടക്കുന്നത്. അപ്പോൾ കാര്യം വളരെ കൃത്യമാണ്. റസൂലുള്ളാഹിക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ബിദ്ദാത്തിയായ കഴിവ് അല്ലാഹുവിൻ്റെ റസൂലിന് ഇല്ല, സ്വന്തമായൊരു കഴിവ് ഇല്ല. ആ അറിവാണ് ഇത് പറയാൻ വലൗ കുന്തു അഅലമുൽ ഗൈബ്, അതിൻ്റെ വ്യാഖ്യാനം. സ്വന്തമായൊരു കഴിവില്ല. ഹഖീഖിയായ ഇൽമ് റസൂലുള്ളാഹിക്ക് സ്വന്തമായി ഇല്ല, അത് അല്ലാഹുവിന് മാത്രമേ അത്വാഇയായി നൽകിയ കഴിവ് മാത്രമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനന്തരക്കാരായ മശായിഖന്മാർക്കും ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഹാരിസ് മദനി സ്വാവിയും പൊക്കി പിടിച്ച് വഹാബികൾക്ക് വളവാകാൻ വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെ പോയാൽ ഏത് രൂപത്തിലായി മാറും? പടച്ച റബ്ബ് ഈ വിഭാഗത്തിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ മഹത്തായ പ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്ത്. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയോരങ്ങളിലൂടെ പരിശുദ്ധരായ സുന്നത്ത് ജമാഅത്തിൻ്റെ മഹത്തുക്കളായ ആലിമീങ്ങൾ പടുത്തുയർത്തിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ നിന്നെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു വിവരദോഷികൾ
വന്ന് ഒരു നിമിഷം കൊണ്ട് തകർക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും അത് ഞങ്ങൾ സുന്നികളായ കുരുവട്ടൂരികൾ ഒരിക്കലും അത് അനുവദിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വീണ്ടും വരാം. അതുവരെ മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.